തന്നെയല്ല ഒരു 50 ലക്ഷം സ്റ്റുഡൻസ് ഉണ്ട് കേരളത്തിൽ. അതിലൊരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അവർ പരിഹരിച്ചെങ്കിൽ സ്വാഗതാർഹമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് മന്ത്രി പറഞ്ഞിരുന്ന പറ്റിയല്ല, പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തിരിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അത് ഇതുപോലെയൊക്കെ കേരളീയ സമൂഹം അത് സൈലൻ്റായിട്ട് നേരിട്ടോളും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളീയ സമൂഹം ഈ മുനമ്പത്തിൻ്റെത് പോലെയൊക്കെ തന്നെ അത് വളരെ സൈലൻ്റായിട്ട് നേരിടുകയും അത് പരിഹരിക്കുകയും ചെയ്യും. അത് കാരണം യൂണിഫോമിനെതിരായിട്ടുള്ളതായിട്ട് ഇത് കരുതാവുള്ളൂ. യൂണിഫോമിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. കാരണം നിരോധിത ഭീകര സംഘടനയാണ് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാം. അത് ചില ജനപ്രതിനിധികൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരുടെ കൂടെ നിന്നത് പരിഹരിച്ചു എന്ന് വരുത്താനും ശ്രമിക്കുന്നുണ്ട്. വേണ്ടാധീനത്തിന് കോപ്പിട്ട് വന്നാൽ പിന്നെ പൂരിപ്പിക്കുന്നില്ല, അത് അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടി. ഇതുകൊണ്ടൊന്നും മനസ്സിലായില്ല എങ്കിൽ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്, എല്ലാവർക്കും ഒരേ അവകാശമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ജനപ്രതിനിധികൾ അവർ രണ്ടു കൂട്ടത്തിൽ നിൽക്കുകയാണ്. നിരോധിത ഭീകര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ പൊക്കോ ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മറ്റവരോടും ചെന്നിട്ട് ഞാൻ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സംഘപരിവാറിൻ്റെ നേരെ കുതിര കയറുന്ന ചില ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാധീനത്തിന് കോപ്പിട്ട് വന്നാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് മതമൊന്നുമില്ല. ഇത് യൂണിഫോമിറ്റിയുടെ കാര്യമാണ്, യൂണിഫോമിൻ്റെ കാര്യമാണ്. അത് നമുക്കറിയാവുന്നതാണ്. യൂണിഫോം വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം.